കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ഇന്ത്യ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രതിപക്ഷ സഖ്യം നിലവിൽ വന്നത്. ആ സഖ്യം രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ആൾ നിതീഷ് കുമാറായിരുന്നു. അദ്ദേഹം ഈ സഖ്യം പ്രാവർത്തികമാകുന്നതിന് മുമ്പ് BJP മുന്നണിയിലേക്ക് തിരിച്ചുപോയി. പിന്നെ ഇതിലൊരു പ്രധാന ഘടകകക്ഷി ആകേണ്ടിയിരുന്നത് തൃണമൂൽ കോൺഗ്രസ്സാണ്. അവരും അഖിലേന്ത്യാ തലത്തിലുള്ള സഖ്യം മതി, ബംഗാളിൽ സഖ്യം വേണ്ട എന്ന് പറഞ്ഞ് പിരിഞ്ഞുപോയി. പിന്നെ മറ്റ് ചില പാർട്ടികൾ മുമ്പ് തന്നെ ഇവരുടെ സഖ്യകക്ഷികളായിട്ടുള്ള മതേതര ശിവസേന അല്ലെങ്കിൽ NCP, DMK, പിന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, ജോസഫ് ഗ്രൂപ്പ്, ഇങ്ങനെയുള്ള പാർട്ടികളാണ്. അതിന് പുറമെയാണ് ആം ആദ്മി പാർട്ടി അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടി, തൃണമൂൽ കോൺഗ്രസ്, ഇതുപോലുള്ള പാർട്ടികൾ വന്നത്. പിന്നെ CPM, CPI, ഫോർവേഡ് ബ്ലോക്ക്, RSP അടക്കമുള്ള കക്ഷികൾ. അപ്പോൾ ഇങ്ങനെ ഒരു തട്ടിക്കൂട്ട് സഖ്യം ഉണ്ടാക്കിയിട്ടാണ് BJPയെ ചെറുക്കാൻ പരിശ്രമിച്ചത്. ഒരു ചെറിയ പരിധി വരെ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു. ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലുമൊക്കെ ഈ ഇന്ത്യ സഖ്യക്കാർ തന്നെ വിചാരിച്ചേക്കാൾ കൂടിയ, അതിനേക്കാൾ മെച്ചപ്പെട്ട വിജയം അവർക്ക് നേടാൻ കഴിഞ്ഞു. അങ്ങനെ രാജ്യത്ത് ശക്തമായൊരു പ്രതിപക്ഷമുണ്ട് എന്നൊരു തോന്നൽ നമുക്കുണ്ടായി. ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനം വളരെ പ്രധാനമാണ്. ശക്തമായ പ്രതിപക്ഷമുണ്ടെങ്കിൽ മാത്രമേ ജനാധിപത്യ സംവിധാനം നിലനിൽക്കൂ. കഴിഞ്ഞ 10 കൊല്ലം ഈ രാജ്യത്ത് അങ്ങനൊരു സംവിധാനം ഉണ്ടായില്ല. അപ്പോൾ വീണ്ടും ഒരു പ്രതിപക്ഷം ഉണ്ടാകും. രാജ്യം ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടില്ല, എന്നാലും പ്രതിപക്ഷത്തിരിക്കാനുള്ള അംഗബലമുണ്ട് എന്ന് നമ്മളൊക്കെ സമാധാനിച്ചു. പക്ഷേ അതിന് ശേഷം എന്താ കാണുന്നതെന്ന് വെച്ചാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊന്നും കോൺഗ്രസ്സിന് ഒരു തരത്തിലും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുന്നില്ല. ഉദാഹരണത്തിന് അവർ വിജയം ഉറപ്പിച്ചിരുന്ന ഹരിയാനയിൽ തോറ്റു. വലിയ മുന്നേറ്റം പ്രതീക്ഷിച്ച രാജ്യത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനം കൂടിയായ മഹാരാഷ്ട്രയിൽ വലിയ തിരിച്ചടി നേരിട്ടു. ജാർഖണ്ഡിൽ ഒരു നേരിയ വിജയമുണ്ടായി. അത് പക്ഷേ ഈ ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെയാണ് വിജയം. ജമ്മു കാശ്മീരിൽ വിജയമുണ്ടായി, പക്ഷേ ആ വിജയം പൂർണ്ണമായിട്ടും നാഷണൽ കോൺഫറൻസിൻ്റെയാണ്. ഇവിടെയൊക്കെ കോൺഗ്രസ്സിന് വലിയ തിരിച്ചടി ഉണ്ടാവും. എന്നാൽ തിരിച്ചടിയിൽ നിന്ന് കോൺഗ്രസ് എന്തെങ്കിലും പാഠം പഠിക്കുന്നുണ്ടോ? അതുമില്ല. ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. അവിടെയും കോൺഗ്രസ് അമിതമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചു. അതുകൊണ്ട് ആം ആദ്മി പാർട്ടിയുമായിട്ട് ഒരു സഖ്യം ഉണ്ടാകാതെ പോയി. ആം ആദ്മി പാർട്ടി എല്ലാ സീറ്റിലും മത്സരിക്കും എന്ന് പ്രഖ്യാപിച്ചു. അഖിലേഷ് യാദവിൻ്റെ പാർട്ടിയും മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസും ഒക്കെ കേജ്രിവാളിനാണ് പിന്തുണ കൊടുത്തത്, കോൺഗ്രസിനല്ല. പക്ഷേ നമുക്കറിയാവുന്ന പോലെ ആം ആദ്മി പാർട്ടി തോറ്റു, കോൺഗ്രസ് സംപൂജ്യരായി. ഇത് 3-ാം തവണയാണ് കോൺഗ്രസ് വട്ടപൂജ്യത്തിൽ എത്തി നിൽക്കുന്നത്. 2013 അവർക്ക് 6 സീറ്റുണ്ട്. 15 തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റും ജയിച്ചില്ല. 20 തെരഞ്ഞെടുപ്പിലും ഒരു സീറ്റ് ജയിച്ചില്ല. 25 ഒരു സീറ്റ് ജയിച്ചില്ല. ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിലുള്ള കാര്യം പറഞ്ഞത്. കോൺഗ്രസിൻ്റെ ബഹുഭൂരിപക്ഷം സ്ഥാനാർത്ഥികൾക്കും കെട്ടിവെച്ച കാശ് പോയി. പക്ഷേ അവർക്ക് അപ്പോഴും സന്തോഷമുണ്ട്. ഏതായാലും നമ്മൾ തോറ്റെങ്കിലും ആം ആദ്മി പാർട്ടിയുടെ പരാജയം ഉറപ്പാക്കാൻ സാധിച്ചു. മോൻ ചത്താലും വേണ്ടില്ല, മരുമോളുടെ കണ്ണീര് കാണും എന്ന ഒരു സന്തോഷം എല്ലാ കോൺഗ്രസ്സുകാരുടെയും മുഖത്തുണ്ട്. രാഹുൽ ഗാന്ധിയുടെ മുഖത്തുമുണ്ട്, പ്രിയങ്കാജിയുടെ മുഖത്തുമുണ്ട്, ഇവിടുത്തെ ഡൂക്ലി സാധാ കോൺഗ്രസ്സുകാരുടെ മുഖത്തുമുണ്ട്. നമ്മുടെ 2 കണ്ണും പൊട്ടിയാലത്തെ മറ്റവൻ്റെ ഒരു കണ്ണെങ്കിലും പൊട്ടിയല്ലോ എന്ന സമാധാനം, എന്ന സന്തോഷം കോൺഗ്രസ്സുകാരെ നയിക്കുക. അപ്പോൾ ഇത് കോൺഗ്രസിൻ്റെ പിടിപ്പില്ലായ്മ കൊണ്ടാണ് ഇത്ര വലിയ പരാജയം ഉണ്ടായത്. ഇവിടെ BJPക്ക് ഒരു സംസ്ഥാനം കൂടി കിട്ടിയത്, അല്ലെങ്കിൽ ഒരു കേന്ദ്രഭരണ പ്രദേശം കൂടി കിട്ടിയത് എന്ന് ഇടതുപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നുണ്ട്. നമ്മുടെ ഗോവിന്ദൻ മാഷ് വരെ ആരോപിച്ചു, CPI ആരോപിക്കുന്നുണ്ട്, നാഷണൽ കോൺഫറൻസ് പറയുന്നുണ്ട്, മറ്റ് കക്ഷികളൊക്കെ പറയാതെ പറയുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡ് യാതൊരു കുലുക്കുമില്ല. ഞങ്ങൾ നിലം പരിശായാലെന്താ, ആം ആദ്മിയുടെ ഭരണം ഇല്ലാതായല്ലോ, ഞങ്ങളോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്ന ചിന്താഗതിയാണ് അവർ ഭരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ സഖ്യത്തിൻ്റെ കാര്യം ഏതാണ്ട് കട്ടപ്പുകയാവുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇനി തെരഞ്ഞെടുപ്പ് കാര്യക്കുന്ന ഒന്ന് ബീഹാറാണ്. അവിടെ ഇതുപോലെ കഴിഞ്ഞ തവണ കോൺഗ്രസിൻ്റെ അമിതമായ അവകാശവാദത്തിന് തലയാട്ടേണ്ടി വന്നുകൊണ്ടാണ് ആ സംസ്ഥാനം നഷ്ടപ്പെട്ടത്. RJD മത്സരിച്ച സീറ്റുകളൊക്കെ അവർ ജയിച്ചു, പക്ഷേ കോൺഗ്രസ് മത്സരിച്ച സീറ്റുകൾ മൊത്തം തോറ്റു. അങ്ങനെയാണ് സംസ്ഥാനം പോയത്. അപ്പോൾ ഇതുപോലൊരു സാഹചര്യം ഇത്തവണ ഉണ്ടാകാനിടയിൽ ലാലു പ്രസാദും അദ്ദേഹത്തിൻ്റെ മകൻ തേജസ്വി യാദവോ സമ്മതിക്കുന്നത് എനിക്ക് തോന്നല്ല. അങ്ങനെ ചെയ്യാനുള്ള സാധ്യത വളരെ വിദൂരമാണ്. പിന്നെ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത് നമ്മുടെ കേരളം, പശ്ചിമ ബംഗാൾ, ആസാം മുതലായ സംസ്ഥാനങ്ങളിലാണ്.
അപ്പോഴത്തേക്കും ഇവിടെ ഈ രാജ്യത്ത് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് പറയാറായിട്ടില്ല. ഏതായാലും വരാനുള്ളത് വഴി തങ്ങില്ല എന്ന കാര്യം ഉറപ്പാണ്. ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ മിക്കവാറും ഒരു അനൈക്യ സംഘമായിട്ട് മാറിയിരിക്കുകയാണ് എന്ന് മാത്രം പറയുന്നു. ഇതുപോലെ പോയി കഴിഞ്ഞാൽ ഇനിയും പ്രതിപക്ഷമില്ലാത്ത അവസ്ഥയിലേക്ക് രാജ്യം പോകും എന്ന ഒരു വേദന പങ്കുവയ്ക്കുകയും ചെയ്തു. ജയ് ഹിന്ദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.